ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അഖിൽ. മക്കളെ, +2 കാലഘട്ടങ്ങളൊക്കെ അവസാനിച്ചടാ. ഇനി നമ്മുടെ കീമ്, നീറ്റ്, CUT എക്സാമുടെ കാലഘട്ടമാണ്. ഞാനിപ്പം ഉള്ളത് നമ്മുടെ എജുപോർട്ടിൻ്റെ മെയിൻ നീറ്റ് ക്യാമ്പസായ ഇങ്കലിലാണുള്ളത്. ഇവിടെ ഇന്ന് നീറ്റിൻ്റെ കീമിൻ്റെയൊക്കെ ക്രാഷിന് വേണ്ടിയുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരുപാട് ഭാഗത്തു നിന്നുള്ള കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്, അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഇനി അടുത്ത റൗണ്ട് ഓഫ് അഡ്മിഷൻ നമ്മുടെ ഈ മാസം 27 തന്നെ അടുത്ത റൗണ്ട് ഓഫ് അഡ്മിഷൻ നടക്കുന്നതാണ്. വേണ്ടവർക്കൊക്കെ വേഗം ജോയിൻ ചെയ്യാം. നമ്മുടെ എജുപോർട്ടിൻ്റെ മെയിൻ ക്യാമ്പസിൽ പഠിക്കാനുള്ള അവസരം നിങ്ങളെ കാത്തിരിക്കുകയാണ് മക്കളെ. ഇനി കൂടുതൽ വിശേഷങ്ങളും എന്തുകൊണ്ട് എജുപോർട്ടിനെ ചൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് അകത്ത് പോയിട്ട് കുട്ടികളോട് തന്നെ ചോദിക്കാം. ഒരുപാട് പേരൻസ് കുട്ടികളും ഇന്നത്തെ അഡ്മിഷൻ എജുപോർട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് അവർ എജുപോർട്ടിനെ സെലക്ട് ചെയ്തു എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. മോൻ്റെ പേരെന്തായാലും എവിടുന്നാ വരുന്നത്? കൊല്ലം. എജുപോർട്ടിലെ ക്ലാസ് കാണാറുണ്ടോ? 10th തൊട്ട് എജുപോർട്ടായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ആരാണ്? ഫാക്കൽറ്റി ബയോളജി സാർസ്, പിന്നെ മാത്സ് സാർ, ഷാമിൽ സാർ, സുഹേൽ സാർ. എങ്ങനെയായിരുന്നു +2 എക്സാം ഒക്കെ? +2 എക്സാം ഓക്കെ ആയിരുന്നു. എല്ലാം എജുപോർട്ടിൻ്റെ ക്ലാസ് കണ്ട് വൃത്തിയായിട്ട് പോയി. കുറച്ച് സബ്ജക്ട്സ് മാത്രം ഇച്ചിരി ഒരുപാട് വന്നു. ക്രാഷിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ട് ഈ ക്രാഷിന് എജുപോർട്ടിനെ സെലക്ട് ചെയ്യാൻ? ആക്ച്വലി 10th തൊട്ടുള്ള ഒരു ട്രസ്റ്റ് കാരണം ഇത് തന്നെ ചൂസ് ചെയ്ത്. ഇവിടുന്ന് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ച് എന്നാലും ഇവിടെ തന്നെ വരുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. എങ്ങനെയുണ്ട് എജുപോർട്ടിൻ്റെ ലൈഫിൽ എങ്ങനെ ആണ് ഒരു സ്വാധീനം? അവൻ പറഞ്ഞു എനിക്ക് വേറെ എവിടെയെങ്കിലും ചൂസ് ചെയ്യണമെന്ന് വേണ്ട, എനിക്ക് എന്നടുത്ത് തന്നെ എജുപോർട്ടിലേക്ക് തന്നെ പോകണം എന്നവൻ വാശിയായിട്ട് തന്നെ പറഞ്ഞു. എനിക്ക് ഇവിടെ തന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വിടാനുള്ള കാര്യം. അപ്പം കൊല്ലത്ത് നിന്നാണ് ഇവൻ വന്നിരിക്കുന്നത്. അപ്പം അത്രയും ദൂരം നമ്മളെ വിശ്വസിച്ചാണ് ഇവിടെ ക്രാഷിന് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഉഷാറായിട്ട് പഠിക്കാൻ പറ്റത്തെ, നല്ല പോലെ മാർക്ക് വാങ്ങിക്കുക, ഉഷാറായിട്ട് പോട്ടെ. ഹലോ ഗൈസ്, അപ്പം നമുക്ക് അടുത്ത ഒരാളെ പരിചയപ്പെടാം. ആൽവിൻ. എവിടുന്നാ ആൽവിനെ വരണേ? കാസർഗോഡ്. എജുപോർട്ട് ക്ലാസ് ഒക്കെ കാണാറുണ്ടോ? ഞാൻ റിപ്പീറ്റർ ആയിരുന്നു. അപ്പം ഇവിടെ ക്ലാസ്സിൽ എങ്ങനെ എജുപോർട്ട് ക്ലാസ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കൂടുതൽ നമുക്ക് കുറച്ചും കൂടി, അതായത് സാറുമാരൊക്കെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ക്ലാസ്സൊക്കെ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ആരെന്നൊരു ചോദ്യം ചോദിച്ചാൽ ആരെയാ പറയാ? അതിപ്പം ഓരോരാളെ ഈഗോ അടിക്കുമല്ലോ. ഈഗോ വേണ്ടാന്ന് കരുതി ഞാൻ പറയണില്ല. ഓക്കെ, അപ്പം അച്ഛാ, ആൽവിനെ എന്തുകൊണ്ട് എജുപോർട്ടിൽ ചേർക്കണം എന്ന് തോന്നിയത്? അല്ല, അവനത് നേരത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ 10th ക്ലാസ് കഴിഞ്ഞ് +1 +2 പഠിക്കുന്ന സമയത്ത് തന്നെ ഫോണിൽ കൂടി ഇവിടെ ക്ലാസ് കാണുമായിരുന്നു. അപ്പോൾ ആ ക്ലാസ് കണ്ട് ഇവന് താല്പര്യമായിരുന്നു അങ്ങോട്ട്. അപ്പോൾ ഇവൻ ക്ലാസ് കാണുമ്പോൾ നമ്മളും ഇടയ്ക്ക് ശ്രദ്ധിക്കും ഇവൻ എന്താണ് കാണുന്നത്. അപ്പം ഇവിടുത്തെ സാറുമാർ എടുക്കുന്ന ക്ലാസ്, അവർ ആ പറഞ്ഞു കൊടുക്കുന്ന രീതികൾ, അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്കും ഇതൊരു കൊള്ളാം എന്ന് തോന്നി. അങ്ങനെ എന്തായാലും ഈ ക്രാഷ് കാലഘട്ടം അടിപൊളിയാക്കുക, നല്ല പോലെ അങ്ങ് പഠിക്കുക, ഉഷാറായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ. മോളുടെ പേരെന്താണ്? എവിടുന്നാ വരുന്നേ? എജുപോർട്ട് ക്ലാസ് കാണാറുണ്ടോ? എങ്ങനെയുണ്ട് എജുപോർട്ട് ക്ലാസ് ഒക്കെ? ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫാക്കൽറ്റി ആരാന്ന് ചോദിച്ചാൽ ആരെയാ പറയാ? അജയ സാറിൻ്റെ മാത്സ് ആയിരിക്കും ഏറ്റവും ഇഷ്ടമല്ലേ? മാത്സ് എക്സാം എങ്ങനെയായിരുന്നു? സിമ്പിൾ അല്ലായിരുന്നു? എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ആശ്വാസം തന്നത് മാത്സ് ആയിരിക്കും. അതൊന്നും പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ വീട് എവിടെ നിന്നായിരുന്നു വരുന്നത്? വടകരയല്ലേ? ഓക്കെ. അപ്പം അമ്മ എന്തുകൊണ്ടാണ് മോളെ എജുപോർട്ടിൽ ചേർക്കണമെന്ന് തോന്നിയത്? താല്പര്യം കൊണ്ടാണല്ലേ? അപ്പം എജുപോർട്ട് ക്ലാസ്സുകൾ ആണല്ലേ? എജുപോർട്ട് ക്ലാസ്സൊക്കെ അടിപൊളിയാന്നൊക്കെ പറയാറുണ്ടല്ലേ? ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് വരട്ടെ. എന്തായാലും എഞ്ചിനീയർ ആകട്ടെ, നല്ലപോലെ പഠിക്കുക, ഒരു മാസം ഉഷാറായി വരട്ടെ. അടുത്ത ആളെ പരിചയപ്പെടാം. അനീന. എവിടുന്ന വരുന്നത്? അനീന എറണാകുളത്ത് നിന്ന്. എൻ്റെ സൗണ്ട് കേട്ട് പേടിച്ചെന്ന് തോന്നുന്നു. എജുപോർട്ട് ക്ലാസ് കാണാറുണ്ടോ? 10th ക്ലാസ് മുതൽ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് മോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും എജുപോർട്ടിനെ സെലക്ട് ചെയ്യണം തീരുമാനിച്ചത്? അത് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. 10th വെച്ചെങ്കിൽ സോഷ്യൽ സയൻസ് ഭയങ്കര പാടായിരുന്നു. അന്നേരം അവൾ സജസ്റ്റ് ചെയ്ത് പിന്നെ കാണാൻ തുടങ്ങി. +2 എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, കുറച്ച് ഉഴപ്പി, അത്യാവശ്യം നന്നായിട്ട് ഉഴപ്പി. നല്ല മാർക്ക് കിട്ടി. ഓക്കെ, പിന്നെ എജുപോർട്ടിലെ എല്ലാ ഫാക്കൽറ്റീസിനും ഇഷ്ടമല്ലേ? നല്ല ക്ലാസ് അല്ലേ? ഓക്കെ. അപ്പോൾ അമ്മേൻ്റെ അടുത്തൊരു ചോദ്യം, സിമ്പിൾ ചോദ്യം കേട്ടോ. എന്താ ചോദിച്ചാൽ, എന്തുകൊണ്ട് അനീനെ എജുപോർട്ടിലേക്ക് അയച്ചു? അവൾക്ക് ഇവിടെ തന്നെ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ തന്നെ പോകുന്ന പറഞ്ഞു. നല്ലപോലെ വർക്കൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണോ? അതെ അതെ. അപ്പോൾ എന്തായാലും ഈ ക്രാഷ് ടൈം നല്ലപോലെ വിനിയോഗിക്കുക, നല്ലപോലെ പഠിക്കുക, നല്ല ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ. മോള് JEE ഏതിനാ? നീറ്റിനാണ്. അപ്പം അനീന നീറ്റിന് വേണ്ടിയാണ് ജോയിൻ ചെയ്തേക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റട്ടെ, ഉഷാറായിട്ട് മാർക്ക് വാങ്ങിക്കുക, നല്ലപോലെ കഷ്ടപ്പെടുക. ഓക്കെ, താങ്ക് യു. മോൻ്റെ പേരെന്തായിരുന്നാ? മുഹമ്മദ് അസ്ലം. എവിടുന്നാ വരുന്നേ? ചെറുതുരുത്തി വെട്ടിക്കാട്ട്. എജുപോർട്ടിൻ്റെ ഒക്കെ കാണാറുണ്ട് ക്ലാസ് ഒക്കെ? ക്ലാസ് കാണാറുണ്ട്. എങ്ങനെയുണ്ട് അഭിപ്രായം?
നല്ല അഭിപ്രായം, നല്ല ക്ലാസ്സാണ്, മനസ്സിലാവണം. 10ാം ക്ലാസ് മുതലൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ? +1 മുതൽ. +1 അല്ലേ? ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്കൾട്ടി ഏതാ? ബയോളജിയുടെ. ബയോളജിൻ്റെ ബിലാൽ സാർ. ആ, ബിലാൽ ബിലാൽ സാറാണല്ലേ? ഓക്കെ. എങ്ങനെയായിരുന്നു +2 എക്സാം ഒക്കെ? കുഴപ്പമില്ല. ഓക്കെ. മാത്സ് ആയിരിക്കും കുറച്ചൊക്കെ ആശ്വാസം തന്നതല്ലേ? ഓക്കെ. എന്തുകൊണ്ട് എജുപോർട്ടിൽ ചേർക്കാന്ന് കരുതി മോനെ? എജുപോർട്ടിൽ നമുക്ക് കുറച്ചുകൂടി മെച്ചം. രാത്രി ഇവൻ ക്ലാസ് ഒക്കെ കാണാറ് ലാസ്റ്റ് എജുപോർട്ടിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. മാർക്കൊക്കെ കൂടുതലുണ്ടോ കാണുമ്പോഴൊക്കെ? ഓക്കെ. അപ്പം ഒരു തരത്തിലും പേടിക്കണ്ട. ഇവിടെ ഉള്ളതൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ നമ്മൾ അന്വേഷിച്ച് അങ്ങനെ ഇതാക്കിയപ്പോൾ തന്നെ നമുക്കൊരു നല്ല ഒരു അഭിപ്രായത്തിൻ്റെ പേരിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഉഷാറായിട്ട് വരട്ടെ, നല്ലപോലെ പഠിക്കുക, ക്രാഷ് ആണെങ്കിൽ നല്ലപോലെ പഠിക്കുക, നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ. പേര് വൈഷ്ണവ്. വൈഷ്ണവ്. എവിടുന്ന് വരുന്നത്? കോട്ടക്കൽ. ഓക്കെ. എജുപോർട്ടിലെ സ്റ്റുഡൻ്റ് ആണോ? ഓൺലൈൻ സ്റ്റുഡൻ്റ്. ഓക്കെ. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് എജുപോർട്ട്? അടിപൊളിയാണ്. ക്രാഷിന് എന്തുകൊണ്ട് എജുപോർട്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ? ഇവിടെ പഠിപ്പിക്കാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെ? അല്ല, വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഇവിടുത്തെ വരലുണ്ട്, ഇവിടുത്തെ സ്റ്റുഡൻസ്. അതുകൊണ്ടാണ്. ഏത് ഫാക്കൽറ്റീസിനൊക്കെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ യാസീൻ സാർ, കെമിസ്ട്രി. ഏതിനാണ്? നീറ്റാണോ കീമാണോ? കീം. കീമാണ്. ഏത് ഒരു ഡ്രീം ഉണ്ടോ ഇന്ന കോളേജിൽ കിട്ടണം അങ്ങനെ എന്തെങ്കിലും? CET കിട്ടണം. CET. ഓക്കെ. അപ്പോൾ എക്സാംസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. എന്തായിരുന്നു പേര്? ആദിത്യ. ആദിത്യ. ഓക്കെ. എവിടുന്നാണ് വരുന്നത്? കാസർഗോഡ്. കാസർഗോഡ്. എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? നീറ്റാണോ? നീറ്റിനാണ്. ഓക്കെ. അപ്പോൾ എജുപോർട്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? 10 മുതലേ പഠിച്ചോണ്ടുള്ളത്. അപ്പോൾ അതിലൊരു കോൺഫിഡൻസ് ആണ്. എങ്ങനെ? അപ്പോഴൊരു കോൺഫിഡൻസ്. ഓക്കെ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ഒക്കെ ആരൊക്കെയാണ്? ബിലാൽ സാർ. ബിലാൽ സാർ. ക്യാമ്പസ് ഒക്കെ ചുറ്റി കണ്ടോ? ഇല്ല, പോയില്ല. ഇഷ്ടമായോ ക്യാമ്പസ് ഒക്കെ? അപ്പോൾ നോക്കാം, കാണുമ്പോൾ രസമുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. പേരെന്തായിരുന്നു? അക്ഷര. എവിടുന്നാണ് വരുന്നത്? എറണാകുളത്ത്. നീറ്റിനാണോ കീമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത്? കീമാണ്. ഓക്കെ. അപ്പോൾ ഇന്ന സ്ഥലത്ത് കിട്ടണം അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ? ക്രാഷ് ചെയ്യാൻ. എജുപോർട്ടിലെ സ്റ്റുഡൻ്റ് ആണോ? ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണല്ലേ? ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് എജുപോർട്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു സാർ? എജുപോർട്ട് 2-3 വർഷമായിട്ട് 10th മുതൽ എജുപോർട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്, അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. ഫേവറേറ്റ് ടീച്ചർ ആരാണ്? അജയ് സാറിൻ്റെ ആണ്. ക്യാമ്പസ് ഇഷ്ടമായോ? ഇഷ്ടമായി. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. എന്തായിരുന്നു പേര്? റിസാൻ. എവിടുന്നാണ് വരുന്നത്? വടകര. ഓക്കെ. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടോ? യൂട്യൂബ് കാണാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണോ അന്ന്? ഓക്കെ. ക്യാമ്പസ് ഒക്കെ ഇഷ്ടമായോ? ഓക്കെ. അപ്പോൾ എജുപോർട്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? എടുത്ത്. ഓക്കെ. ഇത് നീറ്റിനാണോ കീമിനാണോ? കീമാണ്. അപ്പോൾ ഒരു ഇന്നൊരു സ്ഥലത്ത് ജോയിൻ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു കോളേജിൽ ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടണം അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്നാലും എവിടെയെങ്കിലും ഇങ്ങനെ പഠിക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അത് ഏത് കോളേജാ? എജുപോർട്ടിലെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? സാറാണല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായി പ്രിപ്പയർ ചെയ്യാം. പേരെന്തായിരുന്നു? ആര്യാന്ന്. പാർവതി. ഓക്കെ. ഇവിടെ ഓൾറെഡി എജുപോർട്ടിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ആണോ? ക്രാഷിന്. ക്യാമ്പസ് ഒക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി. ഓക്കെ. എജുപോർട്ടിനെ പറ്റിയുള്ളൊരു അഭിപ്രായം എന്താ പറയാം? നല്ല അഭിപ്രായം. നല്ല ക്ലാസ്സാണ്. ബിലാൽ സാറിൻ്റെ ഒക്കെ നല്ല അടിപൊളി ക്ലാസ്സാണ്. എജുപോർട്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നി. ക്രാഷ് വേഗം എഴുതിയെടുക്കാൻ പറ്റും. നല്ല ക്ലാസ് അല്ലേ? നല്ല ക്ലാസ്സാണ്. ബിലാൽ സാറിൻ്റെ എല്ലാം സുവോളജിയെല്ലാം നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. വേറെ എല്ലായിടത്തിനേക്കാളും നല്ലോണം മനസ്സിലാകുന്നുണ്ട്. സുവോളജി ബയോളജി എല്ലാം പഠിക്കുമ്പോൾ ദേവപ്രിയ മിസ് ആണെങ്കിൽ നല്ലോണം ബോട്ടണിയെല്ലാം നല്ല ക്ലാസ്സാണ്. അതേപോലെ ഫിസിക്സും നല്ലോണം മനസ്സിലാകുന്നുണ്ട്. പിന്നെ കെമിസ്ട്രി എല്ലാം ഓർഗാനിക് എല്ലാം നല്ല ക്ലാസ്സാണ്. ഓക്കെ. അപ്പോൾ ഏതിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നീറ്റിനാണ്. ഓക്കെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പേരെന്തായിരുന്നു? അമീന. എവിടുന്നാണ് വരുന്നത്? കോട്ടയം. എജുപോർട്ടിലെ സ്റ്റുഡൻ്റ് ആണോ? ഓൺലൈൻ സ്റ്റുഡൻ്റ്. സാർ എന്തുകൊണ്ട് എജുപോർട്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ? SSLC തൊട്ട് നമ്മുടെ എജുപോർട്ടിലോട്ട് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഇതൊക്കെ ക്ലാസ്സൊക്കെ മോനും ഇത് തന്നെയാണ് എജുപോർട്ടിൻ്റെ ഓൺലൈൻ ക്ലാസ്.
എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നീറ്റാണോ കീമാണോ? നീറ്റ് അപ്പോൾ ഒരു ഡ്രീം ഉണ്ടായിരിക്കും ഇന്ന കോളേജിൽ പഠിക്കണം, കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ എന്തായാലും ആ ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. എന്തായിരുന്നു പേരെന്തായിരുന്നു? എവിടുന്നാണ് വരുന്നത്? മലപ്പുറം. ഓക്കെ, കൊണ്ടുണ്ട്. ആ ഓക്കെ. അപ്പോൾ നീറ്റിനാണോ കീമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത്? കീം. അപ്പോൾ ഒരു എയിം ഉണ്ടാവില്ലേ നമുക്ക് ഇന്ന കോളേജിൽ പഠിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡ്രീം എന്തെങ്കിലും? ഞാൻ ഇപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്. ക്ലാസ്സിൽ കയറുന്നുണ്ട്. ഓക്കെ, എജുപോർട്ടിലെ ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടോ? ഉണ്ടായിരുന്നു. ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. ഓൺലൈൻ സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? ഞാൻ സ്കൂളിൽ ക്ലാസ് കഴിക്കുന്ന ഒക്കെയാണ്. പിന്നെ എൻ്റെ കസിൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലേ. ക്യാമ്പസ് ഒക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മക്കളെ, ക്രാഷിന് ഞങ്ങളും എജുപോർട്ടും എല്ലാം തയ്യാറാണ്. ക്യാമ്പസും സ്റ്റഡി മെറ്റീരിയൽസും ഫാക്കൽറ്റീസും എല്ലാം തയ്യാറാണ് മക്കളെ. നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഡോക്ടറോ എഞ്ചിനീയർ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കാം. 2 ബാച്ചായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു ബാച്ചും കൂടെ ഉണ്ട്. അത് 27-നാണ് സ്റ്റാർട്ടാകുക. ആർക്കെങ്കിലും ഇനിയും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ നമ്മുടെ പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുകയോ ചെയ്യാം. ഓൺലൈനാണോ ഓഫ്ലൈനാണോ ബെറ്റർ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ഓഫ്ലൈനാണ് ബെറ്റർ എന്നേ പറയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ കുട്ടികളെയും നിയന്ത്രിക്കാനായിട്ട്, ഓരോ കുട്ടികളെ എത്രമാത്രം പഠിച്ചു എന്ന് നോക്കാനായിട്ട് ഓരോ മെൻറ്റർമാരും കൂടുതൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നതുമൊക്കെ ഓഫ്ലൈനിലായിരിക്കും. അപ്പം നല്ല പോലെ പഠിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ഞങ്ങൾ സഹായിക്കും. നല്ല പോലെ പഠിക്കുക, ഉഷാറായി പഠിക്കുക.